ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡോൺ മോഡ് കളിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിവിടെ ഒരു ഡെസേർട്ട് ഈഗിളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഡെസേർട്ട് ഈഗിളും കൊണ്ട് വൺ ടാപ്പ് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് ചലഞ്ച് ഗൈസ്. അപ്പോൾ വൺ ടാപ്പല്ല, ഹെഡ് ഷോട്ട് അടിച്ചാൽ മതി. വൺ ടാപ്പ് അടിക്കാൻ എനിക്കിപ്പോൾ അങ്ങനെ അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ്. ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുമോ അത് നോക്കിയാൽ മതി ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ആദ്യം കൊടുത്തൊന്നും കൊണ്ടില്ല. അപ്പോൾ അവൻ എനിക്കിട്ട് അടിച്ചപ്പോൾ ഞാൻ ഗ്ലൂ വാളിട്ട്, പിന്നെ അവൻ അവിടെ തന്നെ നിൽക്കുന്ന ഗൈസ്. അപ്പോൾ ഒരു 37 വീണ്ടും കൊടുത്ത്, പിന്നെ അവൻ കയറിയൊക്കെ വന്നെ ഗൈസ്. അപ്പോൾ ഒരെണ്ണം ഒരു 262 കൊടുത്ത് അവൻ്റെ 32 ഹെഡ് ഷോട്ട് അടിച്ച്. അപ്പോൾ വൺ ടാപ്പ് അടിക്കാൻ അങ്ങനെ അറിയത്തില്ല ഗൈസ്. എന്നാലും അടിക്കും. എപ്പോഴും അങ്ങനെ നിരത്തി പിടിച്ചടിക്കാൻ പറ്റത്തില്ല. ഒരു കൺട്രോള് നമ്മൾ 2-3 BR കളിച്ചിട്ടാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ 2-3 ഒന്നിച്ച് കയറും. കാരണം കൈ അതുപോലെ ആയിട്ട് അടിക്കാനാണെങ്കിൽ പറ്റും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഗൈസ്, നിങ്ങൾ എത്ര പേര് പെയ്ഡ് സെൻസൈ വെച്ച് കളിക്കുന്നുണ്ട് ഗൈസ്? അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിച്ചാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം അവനെങ്ങനെ അടിക്കാൻ പറ്റണമെന്ന്. അപ്പോൾ നല്ലത് എനിക്ക് തന്ന്. അപ്പോൾ ഓടിച്ചൊന്ന് ഒളിച്ച് നിന്നിട്ടൊന്ന് മെഡിക്കറ്റ് അടിക്കാൻ നേടി. അപ്പോൾ മെഡിക്കറ്റ് അടിക്കാനുള്ള സമയം തന്നില്ല. അപ്പോൾ വീണ്ടും ഒരു ഹെഡ് ഷോട്ട് അടിച്ചാണ് വീണ്ടും തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇമോട്ട് ഇടുന്നില്ല, നമുക്ക് ഒരു അവസരം വരട്ടെ, അപ്പോൾ നമുക്ക് ഇമോട്ട് ഇടാം. ഇപ്പം ഞാൻ ഡെസേർട്ടുകളും വെച്ച് കുത്തിപ്പിടിയാന്നേ പറയാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ ചെയ്തത്. അങ്ങനെ ഹെഡ് ഷോട്ട് തന്നെ കയറിയല്ലോ, അപ്പോൾ അങ്ങനെ പറയാനും പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ക്യാരക്ടർ ഏതാണെന്ന് നിങ്ങൾ കണ്ണ് കണ്ടിട്ട് പറയാൻ പറ്റുമോ ഗൈസ്? ഞാൻ ഹെഡും വെച്ചിട്ടുണ്ട്, മാസ്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയണേ. ഞാൻ എന്തായാലും ഇത് അവസാനത്തെ വീഡിയോ പറയുന്നതായിരിക്കും ഗൈസ് അതേ ക്യാരക്ടറിന്. അപ്പോൾ അവൻ AW എടുത്തിട്ടുണ്ട്. അപ്പോൾ AW വെച്ചിട്ട് അവൻ അവിടെ നിന്നപ്പോൾ തന്നെ ഞാൻ ഹെഡ് ഷോട്ട് കൊടുത്തു. അപ്പോൾ 3 കളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി അവൻ നെറ്റ് പോയി നിൽക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നോക്കിയപ്പോൾ അവൻ ഓടുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവൻ ഞാൻ ചെയ്ത പോലെ തന്നെ നോക്കിയിരിക്കുന്ന ഗൈസ്. അപ്പോൾ ഒരൊറ്റ അടി വീണ്ടും 624. അവൻ അങ്ങനെ നമ്മൾ അടിക്കാൻ പറ്റുമോ? അവൻ ആരെന്നാ എൻ്റെ വിചാരം. 4 കളി ഞാൻ അങ്ങനെ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളിയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ കളി കഴിയുമ്പോൾ ഞാൻ പറയാം ഗൈസ് ഈ ക്യാരക്ടർ ഏതാണെന്ന്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നിങ്ങൾ മോനെ സെറ്റ് പ്ലെയർ. കാരണം അങ്ങനെയൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ അത്ര കളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാവുള്ളൂ ഗൈസ്. അല്ലാണ്ട് മനസ്സിലാവും. ഇതൊരു പണ്ടത്തെ ക്യാരക്ടർ തന്നെയാണ് ഗൈസ്. പണ്ട് തൊട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. പണ്ടത്തെ ഏറ്റവും പണ്ട് ആൾക്കാർ ഇത് വേണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് അറിയോ ഗൈസ്. അപ്പോൾ അതുപോലത്തെ ക്യാരക്ടറാണത്. അപ്പോൾ ഞാൻ 4 കളി ഇവിടെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഗൈസ്. അവൻ എവിടെയാണെന്ന് പോലും കാണാനില്ല. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ അവൻ്റെ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഞാൻ ഒരു കളി കൂടി കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ കളിക്ക് ഞാൻ M80 വെച്ചിട്ടൊരു ഹെഡ് ഷോട്ട് അടിക്കുന്ന വീഡിയോ ഇടാം. അങ്ങനെ ഞാൻ ഇവിടെ ബൂയി അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അലോക്കാണ് ഗൈസ്. ആർക്കൊക്കെ കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. കിട്ടിയ മുത്തേ നിങ്ങൾ നല്ലൊരു പ്രോ പ്ലെയറാണ് ഗൈസ്. കാരണം ഇത് അത്രയ്ക്ക് കളിക്കാണ്ട് ഈ ക്യാരക്ടർ ഏതാണെന്ന് അങ്ങനെ അറിയാൻ പറ്റത്തില്ല ഗൈസ്. കാരണം ഞാൻ മുടി ഇട്ടിട്ടുണ്ട്, മാസ്ക് ഇട്ടിട്ടുണ്ട്. ആ കണ്ണ് കണ്ടിട്ട് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളെ സമ്മതിച്ചു ഗൈസ്. സത്യം പറയാലോ, സമ്മതിച്ചു. അപ്പോൾ ഈ കളി ഞാൻ നിങ്ങളോട് ചലഞ്ച് പറഞ്ഞായിരുന്നല്ലോ, M80 വെച്ചിട്ട് ഒരു ഹെഡ് ഷോട്ട് അടിക്കുന്നു. അപ്പോൾ ഞാൻ അവസാനത്തെ കളി M80 എടുത്തിട്ട് കളിക്കും ഗൈസ്. അപ്പോൾ ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഈ കളി നമുക്ക് ഒരു കളി പോലെ എനിമീസിന് കൊടുക്കാതെ ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. നേരത്തെ കളി നിങ്ങൾ കണ്ടായിരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഒരു കളി പോലും എനിമിക്ക് കൊടുക്കാണ്ട് ഞാൻ എടുത്തു. അവനും ഒരു കണ്ടിന്യൂവനാണ് ഗൈസ്. അപ്പോൾ ഒരെണ്ണം കൊണ്ടില്ല. കാരണം കത്തി അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കൂലേ. നമ്മൾ ഉണ്ട പോലെയല്ല, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനൊരു അടിച്ചു 999 അടിച്ച് തീർത്തിട്ടുണ്ട് അവനെ. കത്തിക്കൊണ്ട് ഹെഡ് ഷോട്ട് കയറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? എത്ര സെറ്റായിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ കളി വിട്ടു കൊടുക്കാണ്ട് കളിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ എന്താവെന്ന് പറയാൻ പറ്റത്തില്ല, സാഹചര്യമാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഈ കളിയും കൂടി നമുക്ക് പേടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നോക്കട്ടെ ഗൈസ്. എൻ്റെ നെറ്റ് പോയി ഗൈസ്. എൻ്റെ നെറ്റ് ഇവിടെ പോയി ഗൈസ്. അപ്പോൾ എൻ്റെ നെറ്റ് നിങ്ങൾ കണ്ടോ ഗൈസ്? 99+. അപ്പോൾ ഞാൻ ഒന്ന് നെറ്റൊന്ന് കണക്റ്റ് ആക്കിയിട്ട് നമുക്കൊന്നും കൂടി നോക്കാം ഗൈസ്. അപ്പോൾ എൻ്റെ ചാലഞ്ച് ഇവിടെ തകർന്ന് പൊളിഞ്ഞു പോയി ഗൈസ്. ഞാനിവിടെ ഉദ്ദേശിച്ചത് ഒരു കളി പോലും എനിമിക്ക് കൊടുക്കാണ്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് ഗൈസ്. പക്ഷേ അതെന്ത് ചെയ്തിട്ട് നടന്നില്ല ഗൈസ്. ഞാനിവിടെ ഫോൺ സ്റ്റക്കായി പോയി, നെറ്റില്ലാണ്ട് സ്റ്റക്കായി പോയി ഫോണ് തന്നെ ഇവിടെ. അപ്പോൾ നെറ്റ് കിട്ടി ഗൈസ്, നെറ്റ് കിട്ടി. അപ്പോൾ അവനൊരു കളി എന്നെ കൊന്നെടുത്തു. അപ്പോൾ ഒരു ഡെസേർട്ടുകൾ എടുക്കാം. അപ്പോൾ ഞാനാണ് ഡെസേർട്ടുകൾ എടുത്തേക്കുന്നത്. അല്ല, ഞാനാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ തന്നെ തന്നെ ഡെസേർട്ടുകൾ മാത്രം ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഡെസേർട്ടുകൾ എടുത്തില്ല. വൺ ടാപ്പൊക്കെ അടിക്കാൻ പറ്റുമോ ഇനി? അല്ലെങ്കിൽ കുത്തിപ്പിടിയേ നടക്കത്തുള്ളൂ. വൺ ടാപ്പ് നടക്കുന്നില്ല അവൻ്റെ അടുത്ത്. അവൻ വിളിച്ച് അവൻ സ്ലോ ഫ്രീസ് വിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോവാം. അപ്പോൾ ഇനി അവനെ കിട്ടിയ വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അവൻ റൈഡിന് വിട്ട് കണ്ട ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഗ്ലൂ ആയിട്ടുണ്ട്.
അവൻ റൈഡനിട്ട് കളിക്കാൻ ഞാൻ ഓൾഡ് പ്ലെയർ അല്ല, നമ്മളിപ്പോഴത്തെ ഒരു ന്യൂബൻ അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഗെയ്സ്, ഇനി നമുക്ക് അടുത്ത കളി പിടിക്കാൻ പറ്റും. ഇനി നെറ്റ് പോയാൽ എനിക്ക് അറിയത്തില്ല ഗെയ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് നാളായിട്ട് നെറ്റ് ഇഷ്യൂ ഉണ്ട്, ആ വേഗം ഞാൻ ശരിയാക്കിക്കോളാം ഗെയ്സ്. അപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ പിന്നെ എനിക്കൊരു പെർമനൻ്റ് ആയിട്ട് ഒരെണ്ണം വാങ്ങിച്ച് വെക്കാമല്ലോ. ഇപ്പം അങ്ങനെ കാണുന്നില്ല ആരും. പെർമനൻ്റ് ആയിട്ട് വെക്കണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ ഞാൻ പെർമനൻ്റ് ആയിട്ട് വാങ്ങിച്ച് വെക്കും ഗെയ്സ് ഒരെണ്ണം. അപ്പോൾ നല്ല സെറ്റായിട്ട് ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി ഗെയ്സ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ്, ബോറിങ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം പെർമനൻ്റ് ആയിട്ട് വാങ്ങിച്ച് വെച്ച് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു തരാം ഗെയ്സ്. അപ്പോൾ ഇവിടെ ഡെസർട്ടുകൾ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇമോട്ട് ഇട്ടിട്ടുണ്ട് ഗെയ്സ്. ഇനി ഇമോട്ട് ഇടാൻ കാര്യമില്ല. അപ്പോൾ റൗണ്ട് 3 ആയിട്ടുണ്ട്. ഒരു കളി പോലും വിട്ടുകൊടുക്കലെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ അത് നടന്നില്ല ഗെയ്സ്, സോറി. അപ്പോൾ എൻ്റെ ചാലഞ്ച് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ആയേക്കാണ്. എനിക്കിപ്പോൾ ആ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ആദ്യം തൊട്ട് തന്നെ ഞാൻ ആ ചലഞ്ച് തുടങ്ങിയത്, പക്ഷെ അത് ഞാൻ നേരത്തെ പറയാണ്ടിരുന്നത് ഇങ്ങനെ 2 കളി എടുത്തിട്ട് പറയാമെന്ന് കരുതിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 MP40 മിനി എടുത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ മിനിയും കൊണ്ട് അടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചലഞ്ച് നോക്കാം ഗെയ്സ്, അതെങ്കിലും കിട്ടിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ സ്നോ ഫ്രീസർ ഉണ്ട്, അവൻ്റെ ഇവോ MP40 മാക്സ് ആണ് ഗെയ്സ്. അപ്പോൾ ഞാൻ ഈ മിനിയും കൊണ്ട് അവനെ എങ്ങനെ അടിച്ചു തീർക്കാനാ. അപ്പോൾ ഞാൻ അവിടേക്ക് സ്മോക്ക് ഗ്രനേഡ് ഇടാമെന്ന് കരുതി. അപ്പോൾ സ്മോക്ക് ഇട്ടപ്പോൾ അവൻ കുറച്ച് നേരമാണ് അനങ്ങാണ്ടില്ല, സ്മോക്കല്ല വേറെ എന്തോ. ഇവോ MP40 കൊണ്ട് അവനെ അടിക്കണം നോക്കണം. ഞാൻ മിനി എടുത്തിട്ടാന്ന് ഓർക്കണം അവന് ഇവോ MP40 കൊണ്ട് അടിച്ചു കൊന്നെന്ന്. എന്നിട്ട് അവനെ ഞാൻ നല്ല ഡാമേജ് കൊടുത്തു മിനിയും കൊണ്ട്. അപ്പോൾ ആ ചലഞ്ച് ബ്രേക്കായി. അപ്പോൾ ഞാൻ ഇനി പറയുന്നത് മിനിയും കൊണ്ട് ഞാൻ അവനെ കൊന്നിരിക്കും. കൊന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്താണെന്ന് വെച്ചാൽ വിളിച്ചു, കാര്യം പറയാലോ, ഞാൻ തീർത്തിരിക്കും. കാരണം ഞാൻ ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തിരിക്കും ഗൈസ്, എൻ്റെ വാശിയാണ്, ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ അവനിവിടേക്ക് അവൻ സ്നോ ഫ്രീസ് ഇട്ട് ഞാനും ഒരെണ്ണം ഇട്ട്, പക്ഷെ ആരുടെ അടുത്തേക്ക് വന്നില്ല. അപ്പോൾ അടിക്കാൻ നോക്കി, പക്ഷെ കൊണ്ടില്ല ഗൈസ്. 399. അപ്പോൾ ഹെഡ് കൊടുത്തു. ഇത് പറ കഴിവാണ്, ക്യാരക്ടർ സ്കില്ലിൻ്റെ കഴിവാണ്. അപ്പോൾ ഞാൻ തന്നെ പറയാം ക്യാരക്ടറിൻ്റെ പവറാണ്. ഇവോ MP40 കൊണ്ട് അടിച്ചാൽ തീരാത്തവരുണ്ടോ? സത്യം പറയാലോ, ഇതുപോലത്തെ പൊട്ട കണ്ണൊക്കെ വെച്ചിട്ട് വരുമ്പോൾ ഇവോ MP40 കൊണ്ട് അടിച്ചാൽ തീരാത്തവരില്ല, സത്യം പറയാം. അപ്പോൾ എനിക്ക് 2 കളി അവനെ വിട്ടു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞ പോലെ M8087 വെച്ചിട്ടൊരു 1 ടാപ്പിന് ഞാൻ കാണിച്ചു തരാം. ഇത് 1 ടാപ്പായിരിക്കും കഴിയും, ഒരു കുത്തിപ്പിടിയല്ല, ഒരു ഒറ്റ ഷോട്ട് 1 ടാപ്പ്. കണ്ടല്ലോ നിങ്ങൾ, ഞാൻ പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ പറയാം, നല്ലതാണെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.